ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് ഞാൻ വാതോരാതെ പറയാറുണ്ടല്ലേ. ഓരോ വാർത്തയുടെ തുടക്കത്തിലും അത്തരത്തിലുള്ള ഇൻട്രോകളാണ് ഞാൻ കൊടുക്കാറുള്ളത്. എന്നാൽ അത്തരം വാർത്തകളിൽ ചില കമന്റുകളൊക്കെ വരുന്നത് കാണുമ്പോൾ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിൽ കാണാറുണ്ട്. എന്നാൽ ആ ഉള്ള സംശയത്തിന് ആ ഒരു കാറ്റഗറി ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വാർത്ത വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. നേരത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ രീതികൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം ഇപ്പോൾ സ്വാശ്രയത്വത്തിന് വലിയ ഊന്നൽ നൽകുന്ന ഒരു സമയമാണല്ലേ. ഇനി പറയാൻ പോകുന്ന വാർത്തയാണ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായി നിലനിൽക്കുന്നത്. വലിച്ചു നീട്ടുന്നില്ല, നേരെ വാർത്തയിലേക്ക് തന്നെ പോകാം. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സിഗ്മ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് എന്ന ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി കൈകോർത്തിരിക്കുകയാണ്. എന്തിനാണ്? ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്നതിനായും ഇന്ത്യയുടെ പ്രതിരോധ ആവാസ വ്യവസ്ഥയിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനായും ഒക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇന്ദ്രജാൽ എന്ന കമ്പനിയുമായാണ് ഒരു ദീർഘകാല കരാർ ഇപ്പോൾ സിഗ്മ എന്ന കമ്പനി ഏർപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു നീക്കം നമ്മുടെ രാജ്യത്തിൻ്റെ തദ്ദേശീയമായ കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് നടത്തുന്നതെന്നും അഭിമാനത്തോടു കൂടി നമുക്ക് പറയാനാകും. ഈ കരാർ പ്രഖ്യാപിച്ചിട്ട് അധികം നാളായിട്ടില്ല. ഇതുവഴി അത്യാധുനിക റഡാർ സൊല്യൂഷനുകളും അതുപോലെ തന്നെ ആധുനിക യുദ്ധഭൂമി ആവശ്യകതകൾക്ക് അനുയോജ്യമായ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകളും ഒക്കെ നിർമ്മിച്ച് നൽകുമെന്നുള്ളതാണ്. ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിലാണ് ഇതുപോലുള്ള പദ്ധതികളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കറിയാം. ഈ ഒരു നീക്കം രാജ്യത്ത് വലിയ തരത്തിലുള്ള സ്വാശ്രയ മുന്നേറ്റം സാധ്യമാക്കുന്നത് അതിലേക്ക് വഴിതെളിക്കുമെന്നതാണ്. സാഹചര്യ അവബോധം, ഭീഷണി കണ്ടെത്തൽ, ഇലക്ട്രോണിക് പ്രതിരോധ നടപടികൾ എന്നീ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രതിരോധ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ സിഗ്മ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് എന്ന കമ്പനി എയറോസ്പേസ്, ഡിഫൻസ് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് എന്നീ മേഖലകളിൽ വലിയ രീതിയിൽ പേര് കേട്ട ഒരു കമ്പനി തന്നെയാണ്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനം UAV, മിസൈൽ മാർഗനിർദ്ദേശം, വായുവിലൂടെയുള്ള നിരീക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള വലിയ പദ്ധതികളിൽ ഒരുപാട് സംഭാവനകളൊക്കെ നൽകിയിട്ടുള്ള കമ്പനിയാണ് കേട്ടോ. ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു AI അധിഷ്ഠിത കമ്പനിയാണ് രണ്ടാമത് ഞാൻ പറഞ്ഞ ഇന്ദ്രജാൽ എന്ന കമ്പനി. ഈ സിഗ്മയും ഇന്ദ്രജാലുമായാണ് കൈകോർത്തിരിക്കുന്നത്. ഈ ഒരു കൂട്ടുകെട്ട് രാജ്യത്ത് വലിയ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് വഴിതെളിക്കുമെന്നതും എടുത്തു തന്നെ പറയണം. ഇപ്പോൾ മനസ്സിലായോ രാജ്യം എത്രത്തോളം സ്റ്റാർട്ടപ്പുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നത്? തീർന്നില്ല, മറ്റൊരു കമ്പനിയെക്കുറിച്ച് കൂടി, അതായത് മറ്റൊരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് കൂടി പറയാനുണ്ട്. രാജ്യ വളർച്ച മികച്ച രീതിയിൽ തന്നെ എടുത്തു കാണിക്കുന്ന തരത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇനി അടുത്ത കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ VTOL ഏവിയേഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇതിൻ്റെ അഭിമാനകരമായ ഒരു നേട്ടത്തെക്കുറിച്ചാണ് വാർത്ത. നവി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന VTOL എന്ന കമ്പനി അത്യാധുനികമായ ആളില്ല ആകാശവാഹനം വിജയകരമായി വികസിപ്പിച്ചിരിക്കുകയാണെന്ന വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. വീർ കാമിക്കാസെ ഡ്രോൺ ആണ് VTOL എന്ന കമ്പനി വിജയകരമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. രാജ്യത്തിന് അഭിമാനിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണിത്. ഇനി വരും വർഷങ്ങളിൽ ആളില്ല ആകാശ സംവിധാനങ്ങളുടെയും ആളില്ല പ്രതിരോധ സംവിധാനങ്ങളുടെയും ഒക്കെ കാലമാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഭാവി പ്രതിരോധ ആവാസ വ്യവസ്ഥയ്ക്ക് ഇപ്പോൾ മുതൽ തന്നെ നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പുകൾ വലിയ തരത്തിൽ സംഭാവന ചെയ്തു തുടങ്ങി എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.